എങ്ങടെ റണക്കുട്ടി പോണത്? ഈ വീഡിയോ എപ്പോഴായിരിക്കും പോസ്റ്റ് ചെയ്യണത്? എപ്പോ പോസ്റ്റ് ചെയ്യോ എന്നൊന്നും എനിക്കറിയില്ല ഈ വീഡിയോ എങ്ങനെ ചെയ്യണമെന്ന്. ഭയങ്കര ടെൻഷൻ, ഭയങ്കര ബേജാറ്. നിന്റെ ഫേസ് ക്ലിയർ ആയിക്കോട്ടെ, എന്റെ ബ്ലർ ആയിക്കോട്ടെ. അപ്പൊ അങ്ങനെ ഇതപ്പോ നമ്മള് എന്റെ കോളേജ് അഡ്മിഷൻ എടുക്കാനും എന്റെന്ന് പറയണ്ടായിരുന്നു, അല്ലെങ്കിൽ വേണ്ട എന്റെന്ന് പറയണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇതേ കോളേജ് അഡ്മിഷൻ എടുക്കാനും വേണ്ടിട്ട് പോവാണ്. ആരുടെ പലരും അല്ലേ, പലരും ഇനിയിപ്പോ അടുത്ത് കളിയാക്കാൻ പോകുന്ന സമയം ഞാൻ പറയാം. 5 മക്കളെ തള്ളയാണെന്നുള്ള ഒരു വിചാരം ഇല്ലാത്ത എന്റെ കോളേജ് അഡ്മിഷൻ എടുക്കാനും വേണ്ടിട്ട് നമ്മള് പോവാണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയായിരിക്കും റന? ഇക്കായിരിക്കും കുട്ടികളൊക്കെ നോക്കാന്ന് അല്ലേ? ഹലോ ഹലോ ഹലോ, കേൾക്കുന്നില്ല. വേഗം അതേ ചാൻസില് ഗോൾ അടിക്കാൻ നോക്കണം. എന്നിട്ട് ഞാൻ കൊറേ സിനോറിയോസ് ഒക്കെ ആലോചിച്ചു. ഞങ്ങളുടെ വീട്ടില് ഇനി പഠിക്കാണ്ടിരിക്കട്ടെ, വട്ടി എടുത്തിട്ട് ഞാൻ പോണ്ട്. താൻ ഇവിടെ കിടന്നുണ്ടല്ലോ, മൂക്കുകൊണ്ട് വരയ്ക്കും. പഠിക്കാത്ത ഒരേ ഒരാള് ഇരിക്കും. പഠിക്കാൻ പോവാത്ത സ്കൂളിൽ ചേർക്കാൻ പോവാ. എനിക്ക് പഠിക്കണ്ട. നീ പഠിക്കണം. ഞാൻ പഠിക്കൂല. നീ പഠിക്കും. എനിക്ക് പഠിക്കണ്ടെന്ന്. നീ പഠിക്കണം. പഠിക്കാത്തത് എന്നല്ല, പഠിക്കാൻ പോവാത്തത്. സ്കൂളിൽ കോളേജിൽ പഠിക്കാത്ത ഒരേ ഒരാള് ഇക്ക. കുട്ടികള് സ്കൂളിൽ പോണ്, ഞാൻ കോളേജിൽ പോണ്. നിങ്ങൾ എങ്ങോട്ട് പോണ്? ഞങ്ങൾ നെഹ്റു കോളേജിലേക്ക് പോണു. അപ്പൊ സംഭവം എന്താന്നുള്ളത് ഞാൻ വ്യക്തമാക്കി പറയാം. ഞാൻ അങ്ങനെ വീണ്ടും പഠിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കാണ്. എവിടെ ഏത് കോളേജാണ് എന്നൊക്കെ നിങ്ങൾ ഇപ്പൊ കാണാൻ പോകുന്നത്. എന്റെ പല പഠനങ്ങളും തടസ്സപ്പെടാനുള്ള ഒരേ ഒരു കാരണം എന്താന്ന് വെച്ചാല് നമ്മുടെ പാലക്കാട് അതിനുള്ള കോളേജുകൾ ഉണ്ടാവില്ല, പിന്നെ ഹോസ്റ്റലിലേക്ക് പോകേണ്ടി വരും. അങ്ങനത്തെ കുറെ കാരണം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ച കോഴ്സ് ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ വലിയൊരു കാര്യം പറയട്ടെ, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാല് 21 വർഷങ്ങൾക്ക് ശേഷം എന്റെ പഴയ ആ സ്വപ്നത്തിലേക്ക്, ആ കോളേജിലേക്കാണ് ഞാനിപ്പോ അഡ്മിഷൻ എടുക്കാൻ പോകുന്നത്. ഇഷ്ടപ്പെടാത്ത എന്റെ ആജന്മ ശത്രുവായ മാത്സ് സബ്ജക്റ്റ് ഉണ്ട്. അതാണ് പാസ്സാകുമോ തോറ്റു പോകുമോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ തോറ്റി ജയിക്കുന്നവരെ തോറ്റ് ഞാൻ പഠിക്കും. ഇതല്ല, ഇതിനപ്പുറം ചാടി കടന്നവനാണ് ഈ കെ ജോസ്. നിശ്ചയിച്ചിരിക്കുന്നത്. ഞാൻ ലാഡർ കണ്ടു. ഞാൻ ആദ്യമായിട്ട് ആ സ്ഥലം കാണാൻ ഫെയർവെല്ലിന് അങ്ങോട്ട് കൂട്ടിട്ട് പോണെന്നൊക്കെ പറഞ്ഞു ഫ്രണ്ട്സ്. ആ കോളേജിലേക്കാ ലാഡർ. ഇറ്റ്സ് എ സിനിമ തിയേറ്റർ. അവിടെ ഫുഡ് അടിക്കാൻ ഒന്നും അറിയില്ല എനിക്ക്. ഞാനപ്പോ സിനിമ തിയേറ്ററിലേക്ക് പോകണം, ഫുഡ് അടിക്കാൻ. ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചൊരു കോളേജിൽ പോയി എങ്ങനെ ഉണ്ടാവും? നല്ല രസമായിരിക്കും. ഇതിനൊക്കെ ഞാൻ വേണ്ടി വന്നു പറയാം. ഇതൊക്കെ എന്ത് കോളേജ് ഫുള്ള് സിലു അങ്ങനെ. പക്ഷെ ഇതിനൊക്കെ ഉണ്ടല്ലോ, ഇവരൊന്നും അങ്ങനെ പെട്ടെന്ന് നമുക്ക് മെരുക്കിയെടുക്കാൻ പറ്റൂല. ഈ ഒരു കാര്യത്തിൽ ഞാൻ പറയാം, എത്രയോ കൊല്ലം വെയിറ്റ് ചെയ്തിരുന്ന് സ്വന്തമായിട്ട് ഏർണിങ്സ് ഉണ്ടാക്കി ആരെയും ആശ്രയിക്കാതെ ആരെയും പേടിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഇല്ലാതെ ആക്കി. എന്റെ കോളേജ് ചർച്ചാണ് അല്ലേ? ചർച്ചാണല്ലേ? അപ്പൊ ശരി, ഇനി ഒരുപാട് വാചടിക്കണല്ലോ. നമ്മൾ അവിടെ പോയിട്ട് ബാക്കി വാചകടിച്ച് നിന്ന സമയത്ത് സ്ഥലം കഴിഞ്ഞു പോയി. ഇപ്പൊ എന്താ ഉണ്ടായേ? ഞങ്ങൾക്ക് അറിയില്ല എവിടെയാ പ്ലേസ് എന്നൊന്നും അറിയില്ല. അപ്പൊ അതെ, അങ്ങനെ പോവാണ്. ഉമ്മാക്ക് അഡ്മിഷൻ എടുക്കാന് മക്കളും ഭർത്താവുമാണ് വന്നിട്ടുള്ളത്. ഇനി അങ്ങോട്ട് എന്താ സംഭവിക്കാന്നൊന്നും വരാൻ പറ്റൂല. 5 വർഷം ഞാൻ അങ്ങനെ പഠിക്കാൻ പോവുകയാണ് ഗൈസ്. ഏവിയേഷൻ അവിടെ തന്നെ. കോളേജ് എത്താനായി. എനിക്ക് ടെൻഷൻ കൂടുന്നു. തന്നെ
പണ്ട് സ്കൂളിലെ പ്രിൻസിപ്പളിന്റെ ക്ലാസ്സിൽ റൂമിലേക്ക് പോകുമ്പോ വരുന്ന കൈയും കാലും വറച്ചല് പോലെ. സീരിയസ്ലി എനിക്ക് രാവിലെ ഒരേ ബേജാറ്. ഒന്നാമത്തെ ബേജാറ് കേട്ട ഫീസൊക്കെ കേട്ടപ്പോഴാണ് അത്. പിന്നെ ആഹാ ശരിക്കും സ്പോൺസർ ചെയ്യോ? ഇക്ക സ്പോൺസർ ചെയ്യോ? ഇപ്പോഴൊക്കെ പറയും കുറച്ചപ്പോഴെ കുട്ടീന്റെ ഫീസ് കെട്ടിട്ട് വന്നിട്ടേ അവിടെ വിളിക്കുന്നത് കുറച്ച് തരുമോ? ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ചോദിച്ച ആളാണ്. വഴി കാണിച്ചാലട്ടാ. കുഞ്ഞു മക്കളെ ഇതേ എന്റെ കോളേജ് അഡ്മിഷൻ എടുത്തിട്ട് അപ്പോഴേക്കും എന്റെ കോളേജ്. ഇത് എന്തെങ്കിലും കാറ് അങ്ങനെ ഞാൻ ഓടിക്കണത് ആലോചിച്ച് ഞാൻ പറഞ്ഞേ കാറ് ഞാൻ എടുത്തിട്ടൊക്കെ വരാന്നൊക്കെ പറഞ്ഞ് ഈ കോലത്തിൽ ഇതിന്റെ ഉള്ളിലേക്ക് വന്ന ഇവിടെ ഞാൻ എന്താണ് പഠിക്കാൻ പോണെന്ന് ഒന്ന് ഗസ് ചെയ്ത് കമന്റ് ഇടണേ. ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ 7 മാസങ്ങൾക്ക് മുമ്പ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അത് ഞാൻ ഇടുമോ ഇല്ലേ ഒന്നും അറിയാതെ ജസ്റ്റ് റനക്കുട്ടി അങ്ങനെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് എപ്പോഴാണ് നമ്മൾ ഇടുന്നത്, നമ്മളെല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ ഇടുന്നത്. പക്ഷേ ആ സമയത്ത് നമ്മളതൊന്നും ആരോടും പറയാത്തതുകൊണ്ടാണ് എന്ത് കോഴ്സാണ് ഞാൻ പഠിക്കാൻ പോകുന്നതെന്ന് ഗസ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഒരുപാട് തർക്കങ്ങൾക്കും എൻ്റെ എന്താ പറയുക ആഗ്രഹത്തിൻ്റെ പുറത്ത് നടന്ന ഒരു സംഭവമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ രജിസ്ട്രേഷനൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഇരുന്ന് രജിസ്ട്രേഷനൊക്കെ ചെയ്തതിന് ശേഷം എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അവരെനിക്ക് കാണിച്ചു തരാനും വേണ്ടിയിട്ട് കൊണ്ടുപോവാണ്. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് ഉള്ളിലാണ് കേട്ടോ. ക്യാമ്പസിൻ്റെ ഉള്ളിൽ ഏറ്റവും ലാസ്റ്റായിട്ടാണ് വരുന്നത്. എനിക്ക് ഭയങ്കര ടെൻഷനും എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തോ നേടാൻ പോകുന്നു എന്നുള്ളൊരു സന്തോഷം ഒക്കെ ഉണ്ട്. പക്ഷേ ടെൻഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റി എന്ന് പറഞ്ഞത് ഭയങ്കരമായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു റൂമൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ ആ ഒരു കോടതിൻ്റെ കോർട്ടിൻ്റെ ആ ഒരു ഇതിൽ അവർ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എന്തായാലും പഠിക്കണം. ഈ പറഞ്ഞ പോലെ 21 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ആ പഴയ ആഗ്രഹത്തിലേക്ക് നമ്മളായിട്ട് സ്വന്തം ഇൻഡിപെൻഡൻ്റായി ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റായി ആരെയും പേടിക്കാതെ നല്ല നിലയ്ക്ക് എത്തിയതിന് ശേഷം നമ്മുടെ ഒരു ആഗ്രഹം സാധിക്കാനും വേണ്ടിയിട്ട് നടക്കുന്ന ഓരോ സ്റ്റെപ്പും ഉണ്ടല്ലോ അതെന്തോ അറിയില്ല. അതിൻ്റെ ഫീലിങ്സ് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു തരം ഫീലിങ്സാണ് കേട്ടോ. എന്നിട്ട് ഇവിടെയൊക്കെ നമ്മൾ പോയി അന്വേഷിച്ച് എല്ലാം കഴിഞ്ഞ ശേഷം വീണ്ടും ഒരു 4 മാസം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വേണോ വേണ്ടേ ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ നടന്നു. നിന്നെ കൊണ്ട് സാധിക്കില്ല, ഇതൊക്കെ വെറുതെയാണ്, പൈസ പോവും, ജോയിൻ ചെയ്ത് കുറച്ച് ദിവസത്തിൽ ഡ്രോപ്പ് ചെയ്യും, ഒരിക്കലും നടക്കില്ല എന്ന് എന്താ പറയുക ഡീമോട്ടിവേഷൻസ് ഒരുപാട് കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് എനിക്ക് ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്കൊക്കെ പോയി. ഞാൻ വെറും വേസ്റ്റാണ്, എൻ്റെ കൊണ്ടൊന്നും നടക്കൂല, അതൊക്കെ അങ്ങനത്തെ കുറേ സ്റ്റേജസ് എനിക്ക് കടന്നു പോയിട്ടുണ്ട്. അതൊന്നും ഞാൻ പുറത്താരോടും പറയുക ഒന്നും ഷെയർ ചെയ്യുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏറ്റവും ലാസ്റ്റ് ഒരു ദിവസം റനക്കുട്ടീനെ നിർബന്ധപ്രകാരം അവനെ കോളേജിലേക്ക് വിളിച്ച സമയത്ത് സീറ്റ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ നിന്ന് കരയാൻ തുടങ്ങി. അതായത് എനിക്ക് വേണ്ടത് BBA LLB ആയിരുന്നു, പക്ഷേ ഇനി BCom മാത്രമേ ഉള്ളൂ എന്ന് കേട്ട് ബേജാറായിട്ട് ഞാൻ പറഞ്ഞു സാർ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞു വെച്ചാണ് ബുക്ക് ചെയ്തതാണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ദിവസം പെട്ടെന്ന് എടുത്ത തീരുമാനത്തിൽ അപ്പം തന്നെ നമ്മൾ വീണ്ടും 4 മാസത്തിന് ശേഷമാണ് ഇത് പോകുന്നത് ഈ കോളേജിലേക്ക് കേട്ടോ. അതായത് അന്നത്തെ ദിവസം ചിലപ്പോൾ സാറ് അഡ്മിഷൻ കഴിഞ്ഞു BBAൻ്റെ കഴിഞ്ഞു എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ വീണ്ടും ചിലപ്പോൾ പോയിട്ടുണ്ടാവില്ല. ഞാൻ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകും. കാരണം എനിക്ക് അത്രയും ടെൻഷൻ ഉണ്ടായിരുന്നു. മറ്റുള്ളവർ പറഞ്ഞ് ചിരിക്കാൻ പാകത്തിന് അവസാനം ഞാൻ ജോയിൻ ചെയ്തതിന് ശേഷം ആയി പോവോ എന്നൊക്കെ. പിന്നെ എനിക്ക് തോന്നി ഒരു 2 വർഷം കഴിഞ്ഞാൽ വീണ്ടും എനിക്ക് തോന്നും ഞാൻ അന്ന് തന്നെ ജോയിൻ ചെയ്താൽ മതിയായിരുന്നു എന്നുകൊണ്ട് നമുക്കൊരു നഷ്ടബോധം വരില്ലേ. പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞാലും ഇതേ തോന്നലായിരിക്കും. ഈ മക്കളൊക്കെ ഞങ്ങൾക്ക് വേണ്ടി എന്തിന് നിങ്ങളുടെ ആഗ്രഹം ത്യജിക്കണം, ഞങ്ങൾ പറഞ്ഞു എന്ന് ചോദിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരും. അപ്പോൾ എനിക്ക് തോന്നി ഇനിയിപ്പോൾ ഞാൻ ഫെയിലായാലും എന്നെക്കൊണ്ടത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഞാൻ ഇതിനും വേണ്ടിയിട്ടൊരു ഇനീഷ്യേറ്റീവ് ഒരു തുടക്കമെങ്കിലും കുറിച്ചല്ലോ, അല്ലെങ്കിൽ അതിനു വേണ്ടി ട്രൈ ചെയ്തല്ലോ എന്നുള്ള ഒരു ആത്മസംതൃപ്തിയെങ്കിലും കിട്ടും എന്നങ്ങനെ ഉറപ്പിച്ചിട്ടാണ് ഇതിലേക്ക് പോകുന്നത്. അപ്പോഴും എനിക്ക് ചെറിയ ബേജാറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പാസ്സാവോ, എത്രയോ കൊല്ലത്തിന് ശേഷമാണ് വീണ്ടും അടുക്കളയിൽ നിന്നും ക്ലാസ്സിലേക്ക് പോകുന്നത്, ഇംഗ്ലീഷ് കറക്റ്റാവോ അല്ലെങ്കിൽ മാത്സ് എനിക്കറിയോ, ഇങ്ങനെ ഒരുപാട് ടെൻഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം തന്നെ ഒരു സൈഡ് മാറ്റി വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ അഡ്മിഷൻ എടുത്ത് ഇതേ ഫീസും കെട്ടി ആ ദിവസമാണ് നിങ്ങൾ കാണുന്നത്.
അങ്ങനെ അഡ്മിഷനൊക്കെ എടുത്ത് വന്നിട്ട് വീണ്ടും നോർമലായിട്ടുള്ള നമ്മുടെ ലൈഫിലേക്ക് പോകാമെന്ന് വിചാരിച്ചിരുന്ന് കാറിൽ കയറുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു അഡ്മിഷൻ എടുത്തതിന് ശേഷം ഞാനൊരു ലോ സ്റ്റുഡൻ്റ് ആയിരുന്നു പറഞ്ഞിട്ട്. പക്ഷേ ആ ഒരു സന്തോഷം അവിടുത്തെ സ്റ്റെപ്പ് ഇറങ്ങുന്നവരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പെട്ടെന്നൊരു കോൾ വരികയാണ്. അമ്മയാണ് ഭയങ്കര ബേജാറിൽ, കസിനാണ് വിളിച്ചത്. കസിൻ വിളിച്ചിട്ട് പോയി അമ്മ കൊടുത്തത് സമ്മം നോക്കിയപ്പോൾ ഹയാൻകുട്ടന് സുഖമില്ലാതായി തലകറങ്ങി വീണു എന്ന് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് കോളേജിലേക്ക് ചേർന്ന് സന്തോഷം ഉണ്ടായിരുന്നില്ല, എന്താ പറയുക, ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. പിന്നെ ഫുള്ളും ഹയാൻ്റെ കാര്യങ്ങളും ടെൻഷനൊക്കെ ആയിട്ട് അങ്ങനെ പോവായിരുന്നു കേട്ടോ. ക്ലിപ്സ് കഴിഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാനിത് ഈ ഒരു ക്ലിപ്സ് ആഡ് ചെയ്തത്. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ആഗ്രഹത്തിനും വേണ്ടി കുറേ കാലം വെയിറ്റ് ചെയ്താലും ആഗ്രഹങ്ങൾ സാധിക്കാനും വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഇനീഷ്യേറ്റീവ് നിങ്ങൾ എടുക്കുക, ഒരു ചെറിയൊരു പുറപ്പാട് എടുക്കുക. ചിലപ്പോൾ അത് വിജയത്തിലേക്ക് പോകാം, ചിലപ്പോൾ ഫ്ലോപ്പായാലും അതിനേക്കാളും വലിയ എന്തോ ഒരു സംഭവം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്ന് ആലോചിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുന്നിട്ടിറങ്ങുക. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാത്രമേ ഇറങ്ങാനും മുൻകൈ എടുക്കാനും പറ്റുള്ളൂ. അത് വേറെ ആരെങ്കിലും നമുക്ക് വേണ്ടി ചെയ്തു തരും എന്ന് വിചാരിച്ചിരുന്നാൽ അത് നമ്മുടെ ഏറ്റവും വലിയ ഫെയിലിയർ ആയിരിക്കും. അപ്പോൾ ഇനി അങ്ങോട്ട് എൻ്റെ ക്ലാസ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ വരുന്നത്.